നമുക്കിന്ന് പോയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. നമുക്കെല്ലാവർക്കും ഒരു പോയ കാലമുണ്ട്. ആഡംബരങ്ങളിൽ മയങ്ങാത്ത, പരസ്പരം സ്നേഹിച്ചിരുന്ന, ഒരു വേലിക്ക് അപ്പുറത്തും ഇപ്പുറത്തു നിന്നും സംസാരിക്കുകയും വിഷമങ്ങൾ പങ്കിടുകയും പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന കുറേയേറെ നന്മകളുണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ ഫോണിൻ്റെയും മറ്റ് വിവരസാങ്കേതിക വിദ്യകളുടെയൊക്കെ അമിതമായ ഉപയോഗം മൂലം ആ നല്ല കാലം അസ്തമിച്ചു. ഇന്ന് ആർക്കും ആരോടും സംസാരിക്കാനില്ല. കാരണം എല്ലാവരും ഫോണിലാണ്. ഫോണിനെ നോക്കി ചിരിച്ച്, ഫോണിനെ നോക്കി പറഞ്ഞ്, ഫോണിനെ നോക്കി കരഞ്ഞ് ഇന്ന് സർവ്വനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഒരു വീട്ടിലുള്ളവർ പോലും പരസ്പരം സംസാരിക്കുന്നത് വിരളമാണ്. കാരണം എല്ലാവരും അവരവരുടേതായ മുറികളിലിരുന്ന് ഇയർഫോൺ ഉപയോഗിച്ച് ഫോണിനെ നോക്കി അവരവരുടേതായ ഇഷ്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വീട്ടിലുള്ളവർ മരിച്ചു വീണാൽ പോലും അറിയാൻ ചാൻസ് കുറവാണ്. അങ്ങനെ നിഷ്ക്രിയരായ കുറേയേറെ മനുഷ്യരെ സൃഷ്ടിക്കുവാൻ സാധിച്ചു. ഏതൊരു വസ്തുവായാലും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നാശത്തിൽ ചെന്ന് കലാശിക്കും. ഇന്നത്തെ ജീവിതാവസ്ഥയിൽ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ അമിതമായുള്ള ഉപയോഗം നാശത്തിൽ ചെന്ന് കലാശിക്കും. വീടിന് വെളിയിൽ ഇറങ്ങാത്ത, ആരെയും നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത അവസ്ഥയിലേക്കാണ് കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്തായിത്തീരുമെന്ന് നമ്മൾ ചിന്തിക്കണം. മാറാൻ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ നശിക്കും. അങ്ങനെയുള്ള ഈ കാലത്ത് ആ പഴയ കാലം ഒരു മുതൽക്കൂട്ടായാണ് എനിക്ക് തോന്നുന്നത്. പോയ കാലത്തിൻ്റെ മധുര സ്മരണകൾ അറിയാതെ എൻ മനസ്സിലേക്കോടി വന്നു. രാക്കുയിൽ പാടിയ പാട്ടുപോലെ ഈണത്തിലൊഴുകിയ പോയ കാലം. മാന്തളിർത്തിന്നു മതിച്ചൊര ഇളം പൂങ്കുയിൽ നാദം പോലെ, കൊടും വേനലിൽ പെയ്തൊരു മഴ പോലെയോ, മാനത്തു കണ്ടൊരാ മഴവില്ലു പോലെയോ, ഏഴു നിറങ്ങളിൽ ഏഴഴകിൽ വിരാജിച്ചു വിരിഞ്ഞൊരാ വസന്തകാലം. മേടമാസത്തിലെ കൊന്ന പോലെ, ഞാവൽ കായ്കൾ പഴുത്ത പോലെ, തുഷാരഗണം വീണുണർന്നൊരാ പൂവ് പോലെ, മാതളം പൂത്തുലഞ്ഞ പോലെ, മാഗന്ധ സുന്ദരമാസ്മരമക്കാലം എന്നോർമ്മയിലെ പോയ കാലം. ആഡംബരങ്ങളിൽ മയങ്ങാത്ത കാലം, ആരെയുമാരും സ്നേഹിച്ച കാലം, വിവരസാങ്കേതിക വിദ്യ വിഷമയമാക്കാത്ത കാലം, ആളുകൾ പരസ്പരം മിണ്ടിയ കാലം, ഉള്ളതു കൊണ്ടോണം പോലൊരാ കാലത്തിൽ മണിമാളികകളില്ല, മതിലുകളില്ല, മനസ്സുകൾ തമ്മിലൊരകലവുമില്ല. നിഷ്കളങ്കത്വം നിറഞ്ഞൊരാ കാലത്തിൽ അയലത്തുള്ളവർ തമ്മിലുള്ള സ്നേഹം തുളുമ്പുന്ന പോയ കാലം. പണവും പ്രതാപവും മതിലുകൾ തീർക്കാത്ത, പരസ്പരം സ്നേഹിച്ച പോയ കാലം. അപരിഷ്കാരത്തിനുള്ളിലും പരിഷ്കൃതമാം മനസ്സുള്ളവരുടെ കാലം. കാലവും കാലാവസ്ഥ പോലും കനിവേകിയ കാലത്തിൽ ചിക്കൻ ഗുനിയയുമില്ല, ഡെങ്കിപ്പനിയുമില്ല, കൊറോണയുമില്ല, വർഷത്തിലൊരിക്കൽ വിരുന്നെത്തുന്നൊരു ജലദോഷപ്പനി മാത്രം. നെറ്റില്ല, ചാറ്റിങ്ങുമില്ല, ചീറ്റിങ്ങുമില്ലാത്ത കാലം. പീഡനമില്ല, പീഡിപ്പിക്കലുമില്ല, പിഞ്ചു കുഞ്ഞുങ്ങളെ തിരിച്ചറിയാവുന്ന കാലം. തൊടിയിലെ തേന്മാവിൻ പഴത്തിൻ
മാധുര്യവും തേൻവരിക്കച്ചുളതൻ മാസ്മരഗന്ധവും നാട്ടുവഴിയോരത്തെ പൂമരച്ചോട്ടിൽ ആരെയും ഭയക്കാതോടിക്കളിക്കും കുഞ്ഞുങ്ങളും നാൽക്കാലിപ്പക്ഷി മൃഗാദികളൻ കലപില ശബ്ദവും എങ്ങും ഐശ്വര്യ സമൃദ്ധമക്കാലം. കടലാസു ചെടികളാൽ തീർത്തൊരാവേലിയും മുളയാൽ നിർമ്മിച്ചോരൊഴാലും ആർക്കുമെപ്പോഴും കടന്നു ചെല്ലാവുന്ന ആരുമാരെയും വിലക്കാത്ത കാലം. വിശ്വാസം തീർത്ത മതിലുകൾക്കുള്ളിൽ ആത്മാർത്ഥതയുള്ള മനുഷ്യരുടെ കാലം. പുല്ലുമേഞ്ഞൊരാ വീടുകൾക്കുള്ളിൽ പരസ്പരം സ്നേഹിച്ചവർ തൻ പോയ കാലം. അമൂല്യമാം രത്നത്തെക്കാളിലും മതിപ്പാർന്നതാണെന്നുടെ പോയ കാലം. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്വർഗം എന്നോർമ്മയിലെ പോയ കാലം. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്ന ഒരു കാലമാണെന്നേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഓരോ വലിയ വീടുകൾക്കുള്ളിൽ 1-2 അംഗങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടി ആരോടും സംസാരിക്കാനില്ലാതെ ജീവിതം നരകിച്ച് തീർക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടോ ഒരു വീടിനുള്ളിൽ എല്ലാവരും ഒന്നിച്ചുകൂടി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ഒന്നിച്ച് സംസാരിച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു മുറി എൻ്റേത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കിടന്നുറങ്ങാമെന്ന് ചിന്തിച്ചിരുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു കാലത്ത് ജീവിച്ചിരുന്നു ഞാനും. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിക്കുന്നു.